നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സൈന്യം മടങ്ങിയ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ പലസ്തീനുകളെ കാത്ത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ. 4 മാസം നീണ്ടുനിന്ന കനത്ത ആക്രമണവുമായി സർവനാശം പൂർത്തിയാക്കിയാണ് ഇസ്രായേൽ സേനയുടെ 98-ാം ഡിവിഷൻ കഴിഞ്ഞ ദിവസം നഗരം വിട്ടത്. റാഫ കരയാക്രമണത്തിന് മുന്നോടിയായാണ് പിന്മാറ്റമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും കൈറോ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിയാണ് പിന്മാറ്റത്തിൽ നിർണായകമായതെന്ന് സൂചനയുണ്ട്. അതേസമയം ഖാൻ യൂനിസ് 4 മാസത്തിനകം പ്രേത നഗരമാക്കി മാറ്റിയാണ് ഇസ്രായേൽ സൈന്യം മടങ്ങിയതെന്ന് തിരിച്ചെത്തിയ പലസ്തീനുകൾ പറയുന്നു. നഗരത്തിലെ താമസ കേന്ദ്രങ്ങളിലേറെയും തരിപ്പണമാക്കിയിട്ടുണ്ട്. നിരത്തുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചുമറിച്ചും വീടുകൾ നാമാവശേഷമാക്കിയുമായിരുന്നു ഇസ്രായേൽ അധിനിവേശം. നഗരത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും താമസയോഗ്യമല്ലാതാക്കിയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് പോലും കഴിയാനാകാത്ത ഇവിടെ ഇനി എങ്ങനെ മനുഷ്യർ വസിക്കുമെന്നാണ് അവരുടെ ചോദ്യം. എന്നാൽ എല്ലാം തകർന്നാലും ഖാൻ യൂനിസ് വിട്ടുപോകാനാകില്ലെന്നാണ് അവരുടെ നിലപാട്. ഗാസയിൽ ബന്ദിമോചനവും വെടിനിർത്തലും വേഗത്തിലാക്കാനുള്ള ചർച്ചകൾക്ക് വേഗമാർജിച്ചതായി റിപ്പോർട്ടുണ്ട്. വെടിനിർത്താൻ ഇരുവിഭാഗവും സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരസ്പരം പരിശോധിച്ചു വരികയാണെന്നും കൈറോ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 14 ലക്ഷം പലസ്തീനുകൾ അഭയം തേടിയ റാഫയിൽ കരയാക്രമണത്തിനൊരുങ്ങുകയാണെന്നാണ് ഇസ്രായേൽ വിശദീകരണം. എന്നാൽ അത്തരം ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്നും പിന്മാറ്റം മറ്റു ചില ലക്ഷ്യങ്ങളുടെ പുറത്താണെന്നുമാണ് സൂചന. അതേസമയം 24 മണിക്കൂറിനിടെ 38 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗാസയിൽ ഇതോടെ മരണസംഖ്യ 33,207 ആയി. 75,933 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 7,000-ഓളം പേർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനിടെ തെക്കൻ ലബനാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ അലി അഹമ്മദ് ഉസൈനും കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയിൽ അംഗമായിരുന്നു. 6 മാസത്തിനിടെ ആദ്യമായി ഗാസയിലേക്ക് ഒരു ദിവസം 300-ലേറെ സഹായ ട്രക്കുകൾ കടത്തി വിട്ട് ഇസ്രായേൽ. രാജ്യാന്തര സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളുമായി 322 ട്രക്കുകൾ തിരിച്ചത്. കൊടും പട്ടിണി വേട്ടയാടുന്ന ഗാസ തുരുത്തിൽ ശരാശരി ദിവസം 500-ലേറെ ട്രക്കുകൾ വേണ്ടിയെടുത്ത് തെക്കൻ ഗാസയിൽ റാഫ, കറം അബൂസലം അതിർത്തികൾ വഴി ഭക്ഷണവുമായി 228-ഉം മറ്റ് അവശ്യ വസ്തുക്കളുമായി അവശേഷിച്ചവയും അതിർത്തി കടന്നു. ജലം, പഞ്ചസാര, ധാന്യപ്പൊടി എന്നിവയാണ് ഇവയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഒരു ട്രക്ക് പോലും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന വടക്കൻ ഗാസയിൽ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. അതേസമയം വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഇസ്രായേലിന് നൽകിയ ഉറച്ച പിന്തുണയ്ക്ക് ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ച് ഹമാസ് ഭീകരാക്രമണത്തെ അതിജീവിച്ച ഇസ്രായേൽ പൌരൻ മൊറാൻ. ഇസ്രായേൽ ഹമാസ് പോരാട്ടം 6 മാസം പിന്നിടുമ്പോഴും ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിന്നുവെന്നും മൊറാൻ പറയുന്നു. പ്രതികൂല സമയത്തും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും മൊറാൻ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന് നേരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായതു മുതൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത നിലപാട് വളരെ ശക്തമായിരുന്നുവെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർ ഗിലോണും പറഞ്ഞിരുന്നു. തുടക്കം മുതൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിന്നു. ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ആക്രമണം ഉണ്ടായ ദിവസം തന്നെ പ്രധാനമന്ത്രി സംഭവത്തെ ശക്തമായി അപലപിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യൻ ജനത തങ്ങൾക്കൊപ്പമുണ്ടെന്നത് സന്തോഷം നൽകുന്നുണ്ടെന്നും നൌർ ഗിലോൺ പറയുന്നു.